ദീർഘകാലമായി ബാംഗ്ലൂരിലും മുംബൈയിലും ഖത്തറിലുമായി കഴിഞ്ഞു വരുന്ന ഒരു കുടുംബം. കേരളത്തിൻ്റെ മണ്ണിൽ സ്വന്തമായൊരു വീട് വേണം എന്നാഗ്രഹിച്ച ആ കുടുംബത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചതിലും മനോഹരമായൊരു വീട് നിർമ്മിച്ചു നൽകിയ ഒരു എഞ്ചിനീയർ. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തെയും അവരുടെ സ്വപ്നഗൃഹം സാക്ഷാത്കരിച്ച് നൽകിയ എഞ്ചിനീയറെയും അവരൊന്നിച്ചൊരുക്കിയ വീടുമാണ്. ഗൾഫ് നഗരമായ ഖത്തറിലെ ഒരു ഓയിൽ കമ്പനിയിലെ മാനേജറായ വി ഗണേഷിൻ്റേതാണ് ആ കുടുംബം. അവർക്ക് വേണ്ടി വീട് ഒരുക്കിയതാവട്ടെ പന്തളം സ്വദേശിയായ ശ്രീ ആർ ബിജുരാജ് എന്ന രജിസ്റ്റേർഡ് എഞ്ചിനീയറും. ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ വി ഗണേഷിന് വേണ്ടി ശ്രീ ആർ ബിജുരാജ് രൂപകൽപ്പന ചെയ്ത ആ വീടിന്റെ ദൃശ്യങ്ങൾ. ഓഫ് ഷോർ ഇൻസ്റ്റാളേഷൻ മാനേജറായി ജോലി ചെയ്യുന്ന ശ്രീ വി ഗണേഷിന്റെയും ഭാര്യ പ്രിയ ഗണേഷിന്റെയും വീടാണ് ഇത്. ഗണേഷിനും പ്രിയയ്ക്കും വേണ്ടി ഈ വീടിന് രൂപകൽപ്പന ഒരുക്കിയതും നിർമ്മിച്ചതും ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയതും പന്തളം സ്വദേശിയും കൊച്ചിയിലെ വിന്റേജ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ ചാർട്ടേഡ് എഞ്ചിനീയറുമായ ശ്രീ ആർ ബിജുരാജാണ്. കേരളത്തിന്റെ മണ്ണിൽ സ്വന്തമായൊരു വീട് എന്ന ഗണേശന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയായിരുന്നു ഈ വീടിന്റെ നിർമ്മാണത്തിലൂടെ ശ്രീ ബിജുരാജ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ മിസ്റ്റർ ഗണേഷ്, അദ്ദേഹം ഒരു വീടെന്ന സങ്കല്പവുമായി എന്നെ സമീപിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അതായത് കേരളത്തിൽ ഒരു വീട് വേണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തനായ അദ്ദേഹം പന്തളത്തിൻ്റെ മണ്ണിൽ ആറിൻ്റെ തീരത്ത് ഒരു വില്ല വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹം ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നത് മാത്രമാണെങ്കിൽ തന്നെ ഒരുപാട് ബന്ധുജനങ്ങളുള്ള ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് അവർക്കൊക്കെ വന്ന് താമസിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വില്ല വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം. അതിനനുസരിച്ച് 5 ബെഡ്റൂമുകൾ അടങ്ങുന്ന, വളരെ സ്പേഷ്യസ് ആയ 5 ബെഡ്റൂമുകൾ അടങ്ങുന്ന ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ഹോം തിയേറ്ററും കോർട്ട്യാർഡും മറ്റ് അമ്യൂണിറ്റീസ് എല്ലാമുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയായിട്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 6 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് വി ഗണേഷിന്റെ കുടുംബം. ഭാര്യ പ്രിയ, മക്കളായ ആശ്രിത, ആദർശ്, പിതാവായ വിശ്വനാഥൻ, മാതാവ് പാർവതി വിശ്വനാഥ് എന്നിവർ ഉൾപ്പെട്ട 6 അംഗ കുടുംബം. പാലക്കാട് സ്വദേശിയായ ഗണേഷ് പഠിച്ചതും വളർന്നതുമൊക്കെ ബാംഗ്ലൂരിലും മുംബൈയിലുമാണ്. തുടർന്ന് ജോലി ചെയ്യുന്നത് ഖത്തറിലും. എങ്കിലും കേരളത്തിൽ ഒരു വീട് എന്നത് ഗണേഷിന്റെ സ്വപ്നമായിരുന്നു. ഈ വീട്ടിലൂടെ സാക്ഷാത്കരിച്ചത് ആ സ്വപ്നമാണ്. കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ മകന് കേരളം എന്നാലെ കുറച്ച് ആഗ്രഹമായി കേരളത്തിൽ താമസിക്കണം. ഇങ്ങനെ അപ്പം ഗുരുവായൂർക്കൊക്കെ പോകുമ്പോൾ ഈ കാറിൽ പോകുമ്പോൾ ഈ പച്ച ഇതിലൊക്കെ വയലൊക്കെ കണ്ടിട്ട് അവന് വളരെ ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു വീട് പണിയണം, വീടെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ആഗ്രഹം വലുതാകുമ്പോൾ കുറച്ചായി വലുതായിട്ട് ഒരു സ്വപ്നം പോലെയായി. ആ സ്വപ്നം ഇത്ര കൊല്ലത്തിന് ശേഷം ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഇഷ്ടദൈവമായ ഹനുമാന്റെ അനുഗ്രഹം കൊണ്ടും ഇപ്പോൾ സഫലമായി കിട്ടി. കേരളത്തിൽ ഒരു വീട് എന്നത് ഗണേഷിന്റെ മാത്രം സ്വപ്നമായിരുന്നില്ല. ഗണേഷിന്റെ ഭാര്യ പ്രിയയുടെ സ്വപ്നവും അതായിരുന്നു. Initially we had been to Munnar in 2004. So that is how we came acquainted with all the greeneries of Kerala, and we really wish to have a place in Kerala. So we frantically started searching everywhere, all through his friends and through all our contacts, and finally we landed up with this big site in Pandalam. ബാല്യം മുതൽ തന്നെ ബാംഗ്ലൂരിലെയും മുംബൈയിലെയും ഇടുങ്ങിയ ഫ്ളാറ്റുകളിൽ കഴിഞ്ഞിരുന്ന ഗണേഷിന്റെ വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ വിശാലമായ ഗാർഡനോട് കൂടിയ വലിയൊരു വീട്. ശബരിമല അയ്യപ്പന്റെ ഉറച്ച ഭക്തൻ കൂടിയായ ഗണേഷ് അതിനായി സ്ഥലം കണ്ടെത്തിയത് അയ്യപ്പന്റെ ജന്മദേശമായ പന്തളത്താണ്. 12 കൊല്ലം ബോംബെയിലും പിന്നെ ഒരു 4-5 കൊല്ലം ബാംഗ്ലൂരിലുമായിട്ട് ഞങ്ങൾ ഫ്ലാറ്റിലേ താമസിച്ചിട്ടുണ്ട്. ഇതുവരെ ജനറേഷനില്ല ഇങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ് ഞങ്ങൾ ഉണ്ടാക്കാനൊരു ചാൻസോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസോ കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ അതൊരു ചാൻസ് വന്നപ്പോൾ ഞങ്ങൾക്ക് പന്തളത്തിൽ എങ്ങനെയാണ് ഇത് ഒരു സ്ഥലം മേടിച്ചെന്ന് പറഞ്ഞാൽ, പന്തളത്തിലെ ഒരു അയ്യപ്പൻ്റെ ഒരു ജന്മസ്ഥാനം, ഇതിനടുത്ത് കുറേ ഇതും അമ്പലങ്ങളും പിന്നെ നദിയുമുണ്ട്. സോ അതിനടുത്ത് എനിക്കൊരു സ്ഥലം വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മളുടെ ഫ്രണ്ട്സ്, അടുത്തുള്ള ഫ്രണ്ട്സെല്ലാം ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലം മേടിച്ചു. പന്തളത്തെ ഈ പ്ലോട്ട് വാങ്ങിയ ശേഷം തന്റെ മനസ്സിലുള്ള ഡ്രീം ഹോം രൂപകൽപ്പന ചെയ്യുവാൻ ഗണേഷ് സമീപിച്ചത്
ഒട്ടേറെ ലക്ഷറി വീടുകൾക്ക് ഡിസൈൻ ഒരുക്കിയ ആർ ബിജുരാജിനെയാണ്. തികഞ്ഞ ലക്ഷറി നിലവാരത്തിലുള്ള വലിയൊരു വീട് എന്നത് തന്നെയായിരുന്നു ഗണേഷിന്റെയും റിക്വയർമെന്റ്. Initially, when we planned for a house, and I conveyed my need of having 5 bedrooms and a home theatre and a living room and a puja room to Mr. Engineer Bijuraj, and he came out with a very good suggestion of having a very good big massive living room, and that is having a split flooring, and then 2-3 bedrooms and the ground floor itself. Then later on it worked out to 1 kid's bedroom, 1 parent's bedroom, 1 master bedroom. ഗ്രൗണ്ട് ഫ്ലോറിലെ കിടപ്പറകൾ പോലെ തന്നെ അപ്സ്റ്റെയറിൽ 2 കിടപ്പറകൾ, ഹോം തിയേറ്റർ റൂം, അപ്സ്റ്റെയർ ലിവിംഗ് തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ കൂടി ഗണേഷ് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് ആർ ബിജുരാജ് ഈ വീടൊരുക്കിയത്. 6000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയൊരു വീട്. വലിയൊരു പ്ലോട്ടിന്റെ മധ്യത്തിലായാണ് ഈ വീടിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ മുന്നിൽ വിശാലമായ ഗാർഡൻ കൂടി നൽകിയാണ് ഈ വീട് നിർമ്മിച്ചത്. 2 കാർ ഗേറ്റും 1 വിക്കറ്റ് ഗേറ്റുമായി 3 ഗേറ്റുകളോടെ ഒരുക്കിയ കോമ്പൗണ്ട് വാൾ. ഗേറ്റ് കടന്നാൽ കാർപോർച്ചോളം നീളുന്ന ഡ്രൈവ് വേ. കാറുകൾക്ക് കയറുവാനും ഇറങ്ങുവാനും പറ്റും വിധം വേ ഇൻ വേ ഔട്ട് രീതികളിൽ ഡ്രൈവ് വേ ഒരുക്കിയിട്ടുണ്ട്. വീടിന്റെ നേരെ മുന്നിലെ വിക്കറ്റ് ഗേറ്റ് ഒരു പടിപ്പുര പോലെയാണ് നിർമ്മിച്ചത്. അത് കടന്നു ചെല്ലുന്നിടത്ത് ഒരു ഉദ്യാന ഗൃഹം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഗാർഡൻ ബ്രിഡ്ജും നിർമ്മിച്ചിട്ടുണ്ട്. വിശാലമാണ് മുറ്റം. കളർഫുള്ളായ പെർമനന്റ് ടൈൽസ് വിരിച്ചാണ് മുറ്റം ഒരുക്കിയത്. ഒരു ബംഗ്ലാവ് മോഡലിലാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ. നേരെ മധ്യത്തിലായി കാർപോർച്ച് വരും വിധമാണ് ഡിസൈൻ ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ. 2 നില വീട്. മുകൾ നില ഒരുക്കിയത് സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിലാണ്. ചെരിച്ചു വാർത്ത് മോണിയർ ടൈൽസ് പതിച്ചാണ് റൂഫ് ഒരുക്കിയത്. കാർപോർച്ചിന്റെ റൂഫാകട്ടെ ഫ്ളാറ്റായി ഒരുക്കിയതിനാൽ വിശാലമായ ഒരു ഫ്രണ്ട് സൈഡ് ബാൽക്കണിയാക്കി മാറ്റുകയും ചെയ്തു. ഗാർഡനിലേക്ക് നോക്കിയിരിക്കാവുന്ന നല്ലൊരു മട്ടുപ്പാവ്. വിശാലമായൊരു പ്ലോട്ടിൽ നിർമ്മിച്ച വീട് എന്ന നിലയിൽ നല്ല എക്സ്റ്റീരിയർ വ്യൂ കൂടി നൽകിയാണ് ശ്രീ ബിജുരാജ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. ധാരാളം ജനാലകൾ, കാർപോർച്ചിനോട് ചേർന്ന് നൽകിയ സ്ക്വയർ പില്ലറുകൾ, ഫ്രണ്ട് സൈഡ് വാളിന് നൽകിയ വിൻഡോ ബ്രേക്കിംഗ്, അതിന് നൽകിയ ബ്ലാക്ക് സ്റ്റോൺ ക്ലാഡിംഗ് എന്നിവയൊക്കെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ വർദ്ധിപ്പിക്കുന്ന എലമെന്റുകളാണ്. വളരെ വിശാലമായ ഒരു പ്ലോട്ടായിരുന്നു ഇത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ബിൽഡിങ് വളരെ പുറകോട്ട് മാറ്റി ഫ്രണ്ടിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഗാർഡൻ നൽകുവാനായിട്ട് സാധിച്ചു. ആ ഗാർഡൻ ഇതിൻ്റെ മുകളിൽ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് വലിയൊരു വിശാലമായ ടെറസ് ഇതിൻ്റെ മുകളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ആ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ വ്യൂ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. കാർപോർച്ചിൽ നിന്ന് കയറാവുന്ന വിധം നല്ലൊരു സിറ്റ് ഉണ്ട് ഈ വീടിന്. ഇറ്റാലിയൻ മാർബിൾസ് വിരിച്ച സുന്ദരമായ സിറ്റ് ഔട്ട്, ഗാർഡന്റെ പച്ചപ്പ്, മുറ്റത്തെ പെർമനന്റ് ടൈൽസിന്റെ നിറപ്പകിട്ട്, കാർപോർച്ചിലെ ഫ്ലോറിംഗ് ടൈൽസിന്റെ നിറച്ചാർത്ത്, കാർപോർച്ച് പിന്നിട്ടാലുള്ള സിറ്റ് ഔട്ടിൽ നൽകിയ ഇറ്റാലിയൻ മാർബിൾസിന്റെ നിറഭംഗി എന്നിങ്ങനെ ആകർഷകമായൊരു കളർ പാറ്റേൺ ഈ വീടിനുണ്ട്. സിറ്റ് ഔട്ട് ഒരുക്കിയത് സീറ്റിംഗ് ഫെസിലിറ്റി കൂടി നൽകിയാണ്. സിറ്റ് ഔട്ടിനപ്പുറം ഇരുപാളി കതക് നൽകി ഒരുക്കിയ എൻട്രി ഡോർ. മണിച്ചിത്രത്താഴ് ശൈലിയിലുള്ളതാണ് ഈ വാതിൽ. ഈ വാതിൽ തുറക്കുന്നത് ആകർഷകമായ ഒരു ഫോയർ ഏരിയയിലേക്കാണ്. വലിയൊരു റൂം സൈസിൽ നിർമ്മിച്ച ഫോയർ. ഈ ഫോയറിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഫോമൽ ലിവിംഗ് ഏരിയയാണ്. നേരെ നീങ്ങിയാൽ ഡൈനിങ് ഏരിയയും മറ്റും സജ്ജീകരിച്ച വിശാലമായ നടുത്തളവും. ഫോയറിന്റെ ഏറ്റവും വലിയ ആകർഷണം ഹിന്ദു മിഥോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ചുമർ ചിത്രമാണ്. നല്ലൊരു മ്യൂറൽ ആർട്ട് വർക്ക്. ഈ ഫോയർ ഏരിയയിൽ നിന്ന് 1 സ്റ്റെപ്പ് ഡൗൺ ആയി ഇടതുഭാഗത്തൊരുക്കിയ ഈ മുറിയാണ് ഇവിടുത്തെ ഫോമൽ ലിവിംഗ്. യു ഷേപ്പിൽ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വിന്യസിച്ച നല്ലൊരു ലിവിംഗ് ഏരിയ. മോഡേൺ ഇന്റീരിയർ ഫർണിഷിംഗിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒരു ലിവിംഗ് ഏരിയയാണിത്. വുഡൻ ബ്ലൈൻഡ്സ് കൊണ്ടുള്ള കർട്ടൺ, സീലിംഗിൽ നൽകിയ പർഗോള ഡിസൈൻ, അതിലെ
അഴകാർന്ന ടെക്സ്ചർ വർക്ക്, LED ലൈറ്റുകളുടെ ഹൃദ്യത, ഷോവാളിൽ നൽകിയ വെനീർ വർക്ക്, അതിലെ നീഷുകളിൽ തീമറ്റിക്കലായി നൽകിയ ക്യൂരിയോസ്, അങ്ങനെ ഏറെ ഭംഗിയാർന്ന ലിവിംഗ് ഏരിയ. ലിവിംഗ് റൂമിലിരുന്നാൽ ഫോയറിലെ മ്യൂറൽ ആർട്ട് വർക്ക് കൂടി എൻജോയ് ചെയ്യാനാകും വിധമാണ് റൂം അറേഞ്ച്മെന്റ്. ഈ ലിവിംഗ് ഏരിയയ്ക്ക് വെളിയിൽ ഒരു പാഷ്യോ ഏരിയ കൂടിയുണ്ട്. ഇതാണ് അത്. ഈ വീടിൻ്റെ ഫോമൽ ലിവിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നത് സാധാരണ ഫ്ലോറിംഗ് ലെവലിനെക്കാട്ടി ഒരു 1 സ്റ്റെപ്പ് ഡൗൺ, ഒരു സ്പ്ലിറ്റ് ലെവലിലാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തൊരു ഡോറ് കാണാവുന്നതാണ്. ഇത് പുറത്തൊരു പേഷ്യയിലോട്ടുള്ള ഡോറാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ ഡോറ് തുറന്നിട്ട് അവിടെ ഇരിക്കത്തക്ക രീതിയിലാണ് ഒരു പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുതന്നെയല്ല, ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുളിർമയുള്ള കാറ്റ് അകത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് പാറ്റേൺ യു ഷേപ്പ് പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ്, സ്റ്റോറേജ് ഫെസിലിറ്റിയൊക്കെ ഉള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കർട്ടൻസ് വുഡൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ സീലിംഗ് നൽകിയിരിക്കുന്നു. സീലിംഗ് സ്ട്രിപ്സ് കൊടുത്തിട്ട് അത് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ LED ലൈറ്റ്സൊക്കെ അന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോയറിൽ നിന്നും ഫോമൽ ലിവിംഗിൽ നിന്നും ഒരുപോലെ എൻട്രി നൽകിയാണ് വീടിന്റെ നടുത്തളം എന്ന് പറയാവുന്ന ഡൈനിങ് ഏരിയ ഒരുക്കിയത്. ഒരു ട്രാഫിക് ഐലൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മുറിയാണിത്. ഇവിടെ നിന്നാണ് ഈ വീട്ടിലെ മറ്റെല്ലാ മുറികളിലേക്കുമുള്ള എൻട്രി. ഈ വീടിൻ്റെ ഒരു കോർ ഏരിയ ആണ് ഈ ഡൈനിങ് ഹാൾ. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ടും യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർട്ട്യാർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് മഴവെള്ളം പൂർണ്ണമായിട്ടും അകത്ത് വീഴത്തക്ക രീതിയിലാണ് കോർട്ട്യാർഡ് നൽകിയിരിക്കുന്നത്. കോർട്ട്യാർഡിന് അപ്പുറത്ത് ഒരു ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പാഷ്യോയിലോട്ടാണ്. അപ്പോൾ അവിടെയും ഫാമിലീസിനൊക്കെ ഇരിക്കത്തക്ക രീതിയിലാണ് പാഷ്യോ ചെയ്ത് നൽകിയിരിക്കുന്നത്. 8 സീറ്ററായ ഒരു ഡൈനിങ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ. അരികിൽ നല്ലൊരു ക്രോക്കറി ഷെൽഫും ഒരുക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ കിഡ്സ് ബെഡ്റൂം, ഈ പാരന്റ്സ് ബെഡ്റൂം, ഈ കിച്ചൺ, മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് എന്നിവിടങ്ങളിലേക്കെല്ലാം മൂവ് ചെയ്യാവുന്ന വിധമാണ് ഈ നടുത്തളത്തിന്റെ രൂപകൽപ്പന. ക്ലോക്ക് വൈസായി കയറാവുന്ന ഈ സ്റ്റെയർ കേസ് ഇവിടെ നിന്നുള്ള അഴകാർന്നൊരു കാഴ്ചയാണ്. നടുത്തളത്തിന്റെ മറ്റൊരു ആകർഷണം ഈ നടുമുറ്റമാണ്. വീട്ടിനുള്ളിലേക്ക് ധാരാളം നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം. ചുറ്റും ചാരുപടിയോട് കൂടിയ ഇൻബിൽറ്റ് സീറ്റിംഗ് നൽകിയും കുഴിയങ്കണത്തിൽ മാർബിൾ പെബിൾസ് നിറച്ചുമാണ് ഈ കോർട്ട്യാർഡ് നിർമ്മിച്ചത്. ഒരു കോർട്ട്യാർഡ് വേണമെന്നുള്ളത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അതിനനുസരിച്ച് പൂർണ്ണമായിട്ടും മഴവെള്ളം അകത്ത് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു കോർട്ട്യാർഡായിട്ടാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, മുറിക്കുള്ളിലൊക്കെ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. വളരെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ തന്നെ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ വെള്ളമകത്ത് ലഭിക്കുകയും അതുകൊണ്ട് തന്നെ മുറിക്കുള്ളിലൊരു നല്ല കുളിർമ ലഭിക്കത്തക്ക രീതിയിലാണ് കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റിനും ഒരു ഇരിക്കത്തക്ക രീതിയിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്നിച്ച് ഇരിക്കത്തക്ക രീതിയിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിരിക്കുന്നു. ഇത്തരമൊരു നടുമുറ്റം ഗൃഹനാഥനായ ശ്രീ വി ഗണേശന്റെയും ആഗ്രഹമായിരുന്നു. ഈ വീടിന്റെ ഒരു ഫോക്കൽ പോയിന്റായാണ് ഇതിനെ അദ്ദേഹവും കുടുംബവും കാണുന്നത്. അതീവ സുന്ദരമായൊരു വീടാണിത്. മനോഹരമായ ഫ്ലോർ പ്ലാനോട് കൂടിയ വീട്. മുറികളെല്ലാം ഒരുക്കിയതാവട്ടെ നവീന രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകളോടെയും. ഈ മാസ്റ്റർ ബെഡ്റൂം, ഇരട്ടക്കട്ടിലോട് കൂടിയ ഈ കിഡ്സ് ബെഡ്റൂം, ഈ പാരന്റ്സ് ബെഡ്റൂം, ഈ ഷോ കിച്ചൺ, അതിനോട് ചേർന്ന വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനിയും കുറേ മുറികളുണ്ട് ഈ വീട്ടിൽ. അപ്സ്റ്റെയറിലാവട്ടെ ഈ അപ്പർ ലിവിംഗ് ഏരിയ, ഈ ഹോം തിയേറ്റർ റൂം, ഈ ഗസ്റ്റ് ബെഡ്റൂം, വിശാലമായ ഈ കിടപ്പറ തുടങ്ങിയ സജ്ജീകരണങ്ങളുമുണ്ട്. നവീന ഗൃഹനിർമ്മാണ രീതിയുടെ ഒട്ടേറെ സവിശേഷതകളുള്ള മുറികൾ. ഒരു NRI ഉദ്യോഗസ്ഥന്റെ പ്രൗഢിക്ക് ചേർന്ന മട്ടിലൊരുക്കിയ വീട്ടകം, ഒപ്പം അതീവ മനോഹാരിതയാർന്ന ഈ ഗാർഡനും.